നമസ്കാരം. പ്രധാന വാർത്തകൾ. കാഴ്ച പരിമിതിക്കുള്ള മരുന്ന് നൽകി. പിടി 5 ദൗത്യം പൂർത്തിയായി. കണ്ണിന് പരിക്കേറ്റ കൊമ്പൻ പിടി 5ന്റെ ചികിത്സ നൽകുന്ന ദൗത്യം പൂർത്തിയായി. ആനയ്ക്ക് കാഴ്ച പരിമിതിക്കുള്ള മരുന്ന് നൽകി. ആനയുടെ ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവുകളില്ലെന്ന് ദൗത്യസംഘം വ്യക്തമാക്കി. ആനയ്ക്ക് റേഡിയോ കോളർ പിടിപ്പിച്ചു. മയക്കം വിടാനുള്ള മരുന്ന് നൽകി. മയക്കുവെടി വെച്ചതിനെ തുടർന്ന് 2 മണിക്കൂർ നേരമാണ് പിടി ഉറങ്ങിയത്. പാലിയേക്കര ടോൾ നിരക്ക് കുറയ്ക്കും. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉറപ്പു നൽകി. പാലിയേക്കരയിലെ ടോൾ നിരക്ക് കുറയ്ക്കുമെന്നും ദേശീയപാതയിലെ ഇടപ്പള്ളി മുതൽ പാലക്കാട് വരെയുള്ള വിവിധ ഭാഗങ്ങളിലെ നിർമ്മാണ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉറപ്പു നൽകിയതായി കെ രാധാകൃഷ്ണൻ എം പി. പാലിയേക്കര ടോൾ പ്ലാസയിലെ അന്യായമായ ടോൾ പിരിവ് അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് രാധാകൃഷ്ണൻ മന്ത്രിക്ക് കത്ത് നൽകുകയും ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. ചർച്ചയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചതെന്ന് എം പി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ക്രമക്കേട് ആരോപണത്തിൽ രാഹുലിനെ പിന്തുണച്ച് തരൂർ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകണം. തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നുവെന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വാദത്തിൽ പ്രതികരിച്ച് ശശി തരൂർ. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരം നൽകണമെന്ന് ശശി തരൂർ എക്സിലൂടെ ആവശ്യപ്പെട്ടു. നമ്മുടെ ജനാധിപത്യം വളരെ പ്രാധാന്യമുള്ളതാണെന്നും അതിന്റെ വിശ്വാസ്യത അശ്രദ്ധ കൊണ്ടോ കാര്യപ്രാപ്തിയില്ലായ്മ കൊണ്ടോ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നും വിഷയം പുനഃപരിശോധിക്കണമെന്നും ശശി തരൂർ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് പങ്കുവച്ച തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകളെക്കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിന്റെ വീഡിയോ റീപോസ്റ്റ് ചെയ്തുകൊണ്ടാണ് തരൂർ എക്സിൽ കുറിച്ചത്. കണ്ണൂർ സർവകലാശാല തെരഞ്ഞെടുപ്പ് സംഘർഷം. MSF KSU പ്രവർത്തകർക്കെതിരെ വധശ്രമ കേസ്. 24 MSF KSU പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തത്. SFI മയിൽ ഏരിയ സെക്രട്ടറി അതുൽ CV നൽകിയ പരാതിയിലാണ് കേസ്. കല്ലുകൊണ്ട് തലക്കിടിച്ച് പരിക്കേൽപ്പിച്ചു എന്നായിരുന്നു പരാതി. ബുധനാഴ്ചയായിരുന്നു കണ്ണൂർ സർവകലാശാലയിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. ടിപ്പർ ലോറി ഇടിച്ച ബൈക്ക് യാത്രക്കാരായ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. കോഴിക്കോട് ബാലുശ്ശേരിയിലാണ് സംഭവം നടന്നത്. ബാലുശ്ശേരി തുരുത്തിയാട് സ്വദേശികളായ സജിൻലാൽ, ബിജീഷ് എന്നിവരാണ് മരിച്ചത്. യുവാക്കൾ സഞ്ചരിച്ച ബൈക്ക് റോഡിൽ മറിയുകയും തുടർന്ന് എതിർദിശയിൽ വന്ന ലോറി ഇരുവരെയും ഇടിച്ചു തെറിപ്പിക്കുകയുമായിരുന്നു. ചാർജ് ചെയ്യാൻ വെച്ച പവർ ബാങ്ക് പൊട്ടിത്തെറിച്ചു. വീട് കത്തി നശിച്ചു. മലപ്പുറം തിരൂരിലാണ് സംഭവം. മുക്കിലപ്പീടിക സ്വദേശി അത്തംപറമ്പിൽ അബൂബക്കർ സിദ്ദീഖിന്റെ വീടാണ് കത്തി നശിച്ചത്. വീട്ടുകാർ പുറത്തായിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. ഓലമേഞ്ഞതായിരുന്നു വീടിന്റെ മേൽക്കൂര. തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ വെള്ളമൊഴിച്ച് തീ അണയ്ക്കുകയായിരുന്നു. മണിക്കൂറുകൾ പണിപ്പെട്ടാണ് തീ അണച്ചത്. വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും കത്തി നശിച്ചു. വീട്ടുപകരണങ്ങൾ, അലമാരയിൽ സൂക്ഷിച്ചിരുന്ന രേഖകൾ, വസ്ത്രങ്ങൾ, കുട്ടികളുടെ പുസ്തകങ്ങൾ എന്നിവയെല്ലാം നശിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസ്. പ്രതിയായ ജീവനക്കാരനെ പിരിച്ചുവിട്ടു. പ്രതിയായ അറ്റൻഡർ AM ശശീന്ദ്രനെയാണ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത്. ഇയാളെ പിരിച്ചുവിടാനുള്ള ശുപാർശ മെഡിക്കൽ കോളേജ് ഭരണനിർവഹണ വിഭാഗം ശുപാർശ നൽകിയിരുന്നു. ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. നീതി കിട്ടിയതിൽ സന്തോഷമുണ്ടെന്ന് ICU കേസിലെ അതിജീവത പറഞ്ഞു. തന്റെ പോരാട്ടം വിജയം കണ്ടുവെന്നും എല്ലാ സ്ത്രീകൾക്ക് വേണ്ടിയാണ് പോരാട്ടത്തിനിറങ്ങിയതെന്നും പിരിച്ചുവിടാനുള്ള നടപടികൾ പൂർത്തിയാക്കിയതായി പ്രിൻസിപ്പൽ അറിയിച്ചുവെന്നും അതിജീവത പറഞ്ഞു. കൊല്ലം തെക്കുംഭാഗത്ത് 3ാം ക്ലാസ്സുകാരനെ രണ്ടാനച്ഛൻ പൊള്ളലേൽപ്പിച്ചു. 8 വയസ്സുകാരനെ രണ്ടാനച്ഛൻ തേപ്പുപെട്ടി കൊണ്ട് പൊള്ളലേൽപ്പിക്കുകയായിരുന്നു. തുടർന്ന് അച്ഛനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുട്ടി വികൃതി കാട്ടിയതുകൊണ്ടാണ് പൊള്ളിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. കുട്ടിയുടെ അമ്മ വിദേശത്ത് ജോലി ചെയ്യുകയാണ്. മുത്തശ്ശിക്കും രണ്ടാനച്ഛനുമൊപ്പമാണ് കുട്ടി താമസിക്കുന്നത്. മുത്തശ്ശിയുമായി വികൃതി പിടിക്കുന്നതിനിടെ കുട്ടിയെ പൊള്ളിച്ചുവെന്നാണ് രണ്ടാനച്ഛന്റെ മൊഴിയിലുള്ളത്. മറ്റേതെങ്കിലും കാരണമുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. വിഷയത്തിൽ CWCയും ഇടപെട്ടിട്ടുണ്ട്. ജംബോ കമ്മിറ്റി വേണ്ട. നീളൻ പട്ടിക വെട്ടിയൊതുക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം. KPCC പുനഃസംഘടനയ്ക്കും DCC അധ്യക്ഷന്മാരെ മാറ്റുന്നതിനും പട്ടിക വെട്ടിച്ചുരുക്കാൻ KPCC നേതൃത്വം തീരുമാനിച്ചു. AICC നിർദ്ദേശപ്രകാരം പട്ടിക വെട്ടിച്ചുരുക്കാൻ വീണ്ടും ചർച്ച നടത്താനാണ് തീരുമാനം. കേരളത്തിൽ പലവട്ടവും ദില്ലിയിൽ 3 ദിവസവും നടത്തിയ പുനഃസംഘടനാ ചർച്ച എങ്ങും എത്തിയിട്ടില്ല എന്നതാണ് അവസ്ഥ. എത്ര DCC അധ്യക്ഷന്മാരെ മാറ്റണമെന്നതിലും ഇനിയും തീർപ്പായിട്ടില്ല. പ്രധാന നേതാക്കളും MPമാരും പേരുകൾ നിർദ്ദേശിച്ചു. ഇതെല്ലാം ഉൾപ്പെടുത്തിയ പട്ടികയുമായി AICC സമീപിച്ചു. നീളൻ പട്ടിക വെട്ടിയൊതുക്കാൻ മറുപടി കിട്ടി. ഇതോടെ ദില്ലി ചർച്ച മതിയാക്കി നേതാക്കൾ കേരളത്തിലേക്ക് മടങ്ങി. ഇനി പട്ടിക ചുരുക്കാൻ ഇവിടെ ചർച്ച നടത്തും. നുണ പൊളിഞ്ഞു. വീണ ജോർജ് രാജിവെക്കുകയാണ് ഇതിനുള്ള പോംവഴി. ആരോഗ്യരംഗത്തെ കൊട്ടിഘോഷിക്കപ്പെട്ട കേരള മോഡലിനെ കൂടുതൽ പ്രതിസന്ധികളിലേക്ക് തള്ളിവിടുകയാണ് കേരള സർക്കാരെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. സത്യസന്ധരായ ജീവനക്കാർക്കെതിരെ ആരോപണങ്ങൾ ഉയർത്തി സ്വന്തം വീഴ്ചകളിൽ നിന്ന് തലയൂരാനുള്ള സർക്കാരിന്റെ ശ്രമം തകർന്നു വീണുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് കാണാതായെന്ന
മന്ത്രി വീണ ജോർജ് വെളിപ്പെടുത്തിയ ഉപകരണം ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ ഉണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇങ്ങനെ നുണകൾ ഓരോന്നായി പൊളിഞ്ഞു വീഴുമ്പോഴും മെഡിക്കൽ കോളേജിലെ ദയനീയാവസ്ഥ പുറം ലോകത്തെ അറിയിച്ച ഡോക്ടർ ഹാരിസ് ചെറുക്കലിനെ വീണ്ടും സംശയനിഴലിൽ നിർത്താനാണ് സർക്കാരിന്റെ ശ്രമം. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ കൂടുതൽ വഷളാക്കുന്ന ആരോഗ്യമന്ത്രി കേരളത്തിന് അപമാനമാണ്. അനാസ്ഥയുടെയും അഴിമതിയുടെയും പ്രതിരൂപമായ വീണ ജോർജ് രാജിവെക്കുകയാണ് ഇതിനുള്ള പോംവഴിയെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു.